പ്രധാന വാർത്തകൾ. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെതിരായ സമൻസ് പിൻവലിക്കുമെന്ന് ഇഡി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. നടപടി സമൻസ് റദ്ദാക്കണമെന്ന ഐസക്കിന്റെ ഹർജിയിൽ അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. മണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെതിരെ തെളിവില്ല. കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാനായില്ലെന്നും കോടതി. നീതി കിട്ടിയില്ലെന്ന് കുട്ടിയുടെ കുടുംബം. കൊല്ലം തേവലക്കരയിൽ 80-കാരിയെ മർദ്ദിച്ച മരുമകൾ അറസ്റ്റിലായത് ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തോമസ്. വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. പാർലമെന്റ് അതിക്രമത്തിലെ ഇരുസഭകളും സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. കേരളത്തിൽ നിന്നുള്ള 6 MP-മാർ ഉൾപ്പെടെ 15 MP-മാർക്ക് സസ്പെൻഷൻ. ഡെറിക് ഒബ്രിയൻ അവകാശ ലംഘനം നടത്തിയെന്ന ആക്ഷേപം. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ. ആവശ്യം തള്ളി സ്പീക്കർ. സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നവകേരള സദസ്സ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്തിനെന്ന് കോടതി. സംഭവിച്ചു പോയെന്ന് സർക്കാർ. വിമർശനം ചക്കുവള്ളി ക്ഷേത്ര മൈതാന കേസിൽ. ഗവർണറെ തടഞ്ഞ സംഭവത്തിൽ SFI പ്രവർത്തകർക്ക് ജാമ്യമില്ല. 7 പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതികൾക്കെതിരെ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി. പ്രതിഷേധം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് പോലീസ് റിപ്പോർട്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 ഇന്ന് മത്സരം രാത്രി 8:30 ജോഹന്നസ്ബർഗിൽ. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം.